കഴിഞ്ഞ ദിവസം ഈ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് റെയിൽവേ നിലപാട് മാറ്റിയത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും വളരെ അമിക്കബിളായി ചർച്ചകളൊക്കെ നടത്തി അത് പരിഹരിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ കാര്യങ്ങൾ ആ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ പദ്ധതിയിൽ നിലപാട് മാറ്റാതെ തന്നെ നിൽക്കുകയാണ് റെയിൽവേ. രണ്ടാം ഘട്ട ചർച്ചയിലും പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രോഡ് ഗേജ് അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാവില്ല എന്നാണ് റെയിൽവേയുടെ നിലപാട്. ഇനി സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, ആദ്യ ചർച്ച എന്ന് പറയുമ്പോൾ ഒരു ഹ്രസ്വ ചർച്ചയായിരുന്നു. പക്ഷേ അന്ന് കേരള MD പ്രതികരിച്ചത് പോസിറ്റീവായ ചർച്ചകളാണ് ഉണ്ടാവുക, തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് അന്ന് പുറത്തു വന്നിരുന്ന വിശദാംശങ്ങൾ. എന്നാൽ ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത് അത്ര പോസിറ്റീവ് അല്ല കാര്യങ്ങൾ. അതായത് ബ്രോഡ് ഗേജ് എന്ന നിലപാടിൽ റെയിൽവേ മാറ്റം വരുത്തുന്നില്ല. സ്റ്റാൻഡേർഡ് ഗേജ് അല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ ഈ പദ്ധതി നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന അവസ്ഥയാണോ ഇപ്പോഴുള്ളത്? പ്രതിസന്ധി തുടരുക തന്നെയാണ് ജിൽസി. കാരണം റെയിൽവേ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട്, ബ്രോഡ് ഗേജ് അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും ആവർത്തിച്ച് വിശദീകരിക്കുകയാണ് രണ്ടാം ഘട്ട ചർച്ചയിലും റെയിൽവേ ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി കേരളയിൽ ആകെ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുക്കാൻ കേരളയിലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംസ്ഥാന സർക്കാരാണ് നയപരമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത്. ഇന്നലത്തെ ചർച്ചയിലും ആശങ്കകളുടെ കേരളയിലിനുള്ള ആശങ്കകൾ റെയിൽവേക്ക് മുന്നിൽ പങ്കുവച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരിഞ്ച് പോസിറ്റീവായി മുന്നോട്ട് പോയിട്ടില്ല ചർച്ചകൾ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റെയിൽവേയുടെ നിർദ്ദേശം അംഗീകരിച്ചാൽ അർദ്ധ അതിവേഗ പാത എന്ന സിൽവർ ലൈനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർത്തീകരിക്കാനാവില്ല എന്ന വാദം ചർച്ചകളിൽ വീണ്ടും കേരളയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജിൽ വിഭാവനം ചെയ്ത വേഗത കിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചരക്ക് ട്രെയിനുകൾ ഡെഡിക്കേറ്റഡ് പാതയിലേക്ക് അനുവദിച്ചാൽ യാത്രാ വണ്ടികളുടെ വേഗതയെ കുറയും. അത് DPRൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന മണിക്കൂറിൽ ഇത്ര സർവീസുകൾ എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലത്തെ യോഗത്തിലും കേരളയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വെച്ച വാദങ്ങൾക്കൊക്കെ കേരളയിൽ മറുപടി നൽകുന്നുണ്ട്. പക്ഷേ ആ മറുപടികൾ റെയിൽവേ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോഴത്തെ പോളിസി പ്രകാരം ബ്രോഡ് ഗേജിൽ മാത്രമേ പാത അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് റെയിൽവേ കൈക്കൊണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇതുമായി മുന്നോട്ട് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ കേരളയിലായി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അത് സംസ്ഥാന സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ബ്രോഡ് ഗേജും സ്റ്റാൻഡേർഡ് ഗേജും എന്ന പാതയിലെ തർക്കത്തിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു. അതിന് ചില വാദങ്ങൾ കേരളയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് 160 കിലോമീറ്റർ വേഗതയുള്ള പാതകൾ ഡെഡിക്കേറ്റഡ് പാതകളാകണം എന്ന് ഇന്ത്യൻ റെയിൽവേയിലെ 2018 സ്പീഡ് പോളിസി ഫ്രെയിംവർക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിൽവർ ലൈനിന്റെ DPR രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് റെയിൽവേക്കുള്ള കേരളയിലെ മറുപടി. ഈ പോളിസി അനുസരിച്ച് ഡൽഹി മീററ്റ് പാത കമ്മീഷൻ ചെയ്തത് എന്നുകൂടി കേരളം ഓർമ്മിപ്പിക്കുന്നു. മുംബൈ അഹമ്മദാബാദ് ഡൽഹി ആൾവാൾ ഡെഡിക്കേറ്റഡ് പാതകളും ഈ പോളിസി അനുസരിച്ചാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അനുവദിച്ചു കൊടുത്ത അതേ കാര്യം കേരളത്തിനും സിൽവർ ലൈൻ പാതയ്ക്കായി അനുവദിക്കണം എന്ന ആവശ്യമാണ് റെയിൽവേക്ക് മുന്നിൽ കേരളം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം റെയിൽവേ നിർദ്ദേശിച്ച മറ്റൊരു കാര്യം ഓരോ 50 കിലോമീറ്റർ കൂടുമ്പോഴും ഇപ്പോൾ നിലവിലുള്ള പാതയുമായി ബന്ധിപ്പിക്കണം എന്നുള്ളതാണ്. അക്കാര്യത്തിലും അത് DPR പ്രകാരം നിലവിലുള്ള ഇന്ത്യൻ റെയിൽവേയുമായി കണക്ഷൻ കാര്യം പറയുന്നുണ്ട്. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യൻ റെയിൽവേയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നിലവിലെ DPR എന്ന വാദമാണ് കേരളയിൽ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നത്. സംസ്ഥാന സർക്കാരും റെയിൽവേ ബോർഡും തമ്മിൽ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് തീരുമാനിച്ചതെന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായും വിവരങ്ങളൊക്കെ നമ്മൾ നൽകിയിരുന്നു. സാജു, ഇപ്പോൾ കേരളയിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിയ ഇളവുകൾ പോലെ കേരളത്തിനും ഇളവുകൾ നൽകണമെന്നുള്ള ഒരു ആവശ്യം പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയ ചില മാതൃകകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യം റെയിൽവേക്ക് മുന്നിൽ വെച്ച സ്ഥിതിക്ക് അപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.
ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. പക്ഷേ ഈ റെയിൽവേയുടെ നിലപാടിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല വിവിധ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി ഈ ചർച്ച ഏതാണ്ട് തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി നയപരമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കേണ്ടി വരും. കാരണം ഇതുവരെയുള്ള ചർച്ചകളുടെ ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള 3-4 പാതകൾ സിൽവർ ലൈനിന്റെ പേരിൽ കേരളത്തിന്റെ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന വികാരത്തിലേക്ക് സംസ്ഥാനം എത്തിച്ചേരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും അതിന് നിന്നു കൊടുക്കണമോ, നയപരമായ തീരുമാനം ഇതിൽ ഏതു വേണം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനത്തെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉദ്യോഗസ്ഥ തല ചർച്ചകൾ കൊണ്ട് ഇനി ഒരു പരിഹാരമുണ്ടാവില്ല. കാരണം സർക്കാരിന്റെ നയത്തിനടിസ്ഥാനത്തിൽ മാത്രമേ ഒരു തീരുമാനം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. റെയിൽവേ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ബദൽ ക്രമീകരണം എന്ത് എന്നതടക്കമുള്ള ബദൽ നിർദ്ദേശങ്ങൾ പുതിയത് എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതായത് റെയിൽവേ ചർച്ച സാങ്കേതികമായി മാത്രമേ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ. തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമായിരിക്കും അതിലൊരു പോസിറ്റീവായ കാൽവെപ്പുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഉണ്ടാകുകയുള്ളൂ. ജിൽസി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ചർച്ചയിൽ വലിയ പുരോഗതിയില്ല എന്ന് മാത്രമല്ല, റെയിൽവേ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല. കേരയിൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ബ്രോഡ് ഗേജ് എന്നുള്ള റെയിൽവേ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന് വഴങ്ങിക്കൊണ്ടൊരു തീരുമാനത്തിന് തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഉദ്ദേശിച്ച രീതിയിൽ ആ പദ്ധതിയുടെ ഗുണം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഒരു സാധാരണ പാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്രയും പണം മുടക്കണോ? വിദേശ ഫണ്ട് അടക്കം ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകും. അപ്പോൾ ഈ പദ്ധതിയുമായി ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. ചർച്ചകൾ ഇനിയും പുരോഗമിക്കുമെങ്കിലും റെയിൽവേ നിലപാടിൽ നിന്ന് മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ പദ്ധതി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്.